വിശാലമാക്കട്ടെ. ഞങ്ങൾ ഒരിക്കലും CM ഉസ്താദിനെ താഴ്ത്തിയവരല്ല. മഹാനായ ആ CM ഉസ്താദും അന്നിറങ്ങി വന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് CM ഉസ്താദ് ഇറങ്ങി വന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. തങ്ങളുടെ കൂടെയും കാന്തപുരം ഉസ്താദിന്റെ കൂടെയും MA ഉസ്താദിന്റെ കൂടെയും ഹക്കുള്ളത് കൊണ്ടാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണോ ആ ലക്ഷ്യം താജുൽ ഉലമാന്റെ പിന്നിലാണ്, കാന്തപുരം ഉസ്താദിന്റെ പിന്നിലാണ്. ആ ലക്ഷ്യം നൂറുൽ ഉലമാന്റെ പിന്നിലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുമല്ലോ CM ഉസ്താദ് ഇറങ്ങി വന്നത്. അല്ലേ? CM ഉസ്താദ് കൊണ്ടായിരിക്കും ഇറങ്ങി വന്നത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കട്ടെ, ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെയാണ് കാന്തപുരം ഉസ്താദ് സെക്രട്ടറിയായും MA ഉസ്താദ് മഹാനായ താജുൽ ഉലമ പ്രസിഡന്റുമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പുനഃസംഘടനാ സംവിധാനം വന്നത്. അൽഹംദുലില്ലാഹ്. ആ താജുൽ ഉലമയെ എന്തിനാണ് ആദരിക്കുന്നത് എന്ന് ചോദിക്കുന്ന എന്റെ കൂട്ടുകാരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ആദരിച്ചു. എന്താ കാരണം? മലക്കുകളോട് അല്ലാഹു പറഞ്ഞല്ലോ, മലക്കുകളെ നിങ്ങൾ സുജൂദ് ചെയ്യണം, ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് മലക്കുകളോട് പറഞ്ഞു. റാസി ഇമാം പറയുന്നു, യഥാർത്ഥ സുജൂദ് തന്നെയാ, അല്ലാഹുവിന് വേണ്ടിയുള്ള സുജൂദാണ്, യഥാർത്ഥ സുജൂദാണ്. ആദം നബിയെ ബഹുമാനിച്ചുകൊണ്ട് എന്താ ബഹുമാനിക്കാൻ കാരണം? ഇൽമാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദരവാണ്. അല്ലാഹു ആദരിച്ചു. ഇൽമുള്ളതായ ആദം നബിയെ അല്ലാഹു ആദരിച്ചു. അല്ലാഹുവിന്റെ ശൈലിയാ. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ട് ആലിമാകുന്ന ഉസ്താദാകുന്ന ആദം നബിയെ അല്ലാഹു ബഹുമാനിച്ചു. അപ്പൊ ഇൽമുള്ളവരെ ആദരിക്കുക എന്നുള്ളത് അല്ലാഹു പഠിപ്പിച്ച കാര്യമാണ്. അത് കേവലം ഇൽമല്ല. മലക്കുകളുടെ ഉസ്താദായ ആദം നബിയെ ബഹുമാനിച്ചു. താജുൽ ഉലമ ഉസ്താദുമാരുടെ ഉസ്താദാണ്. ജാമിയ സൗദി അറേബ്യയിൽ മാസം അവസാനത്തെ ബുധനാഴ്ച ഉള്ളാൾ തങ്ങൾക്ക് ഉസ്താദുമാർക്ക് ദറസുണ്ട്. സൗദിയിലെ പ്രിൻസിപ്പാൾ ഉസ്താദ്, സമസ്തയുടെ മുശാവറ മെമ്പറാകുന്ന സമർത്ഥനായ പണ്ഡിതൻ AK അബ്ദുറഹ്മാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാ ഉസ്താദുമാർക്കും കാസർഗോഡ് ജില്ലയിലെ മറ്റുമല്ല ഉസ്താദുമാർക്ക് താജുൽ ഉലമ ദർസ് നടത്തുന്നുണ്ട്. ഹിക്കം എന്ന് പറയുന്ന ദർസ്. താജുൽ ഉലമാക്ക് കിതാബ് തിരിയില്ല എന്നാരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക എന്നല്ലാതെ അതിന് മറുപടി പറയാൻ കഴിയില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ ഉള്ളാർത്തങ്ങളെ ശിഷ്യനാണ്. ഞാൻ ഉള്ളാർത്തങ്ങളെ ക്ലാസ്സിൽ ദറസിൽ പങ്കെടുക്കുന്ന ശിഷ്യനാണ് ഞാനും. ആ ഉള്ളാർത്തങ്ങൾക്ക് കിതാബ് തിരിയില്ല എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ, അങ്ങനെ പറഞ്ഞു വന്നല്ല, ആരെങ്കിലും അങ്ങനെ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുവെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, സറഹല്ലഖായിദ് എന്ന കിതാബ് ഉള്ളാർത്തങ്ങളെ ശിഷ്യനാകുന്ന എന്റെ മുമ്പിൽ വന്ന് വായിച്ചിട്ട് സംശയം തീർക്കാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ മറുഭാഗത്തുണ്ടോ? സാധ്യമല്ല. നിന്റെ വെല്ലുവിളി എവിടെയും ധൈര്യത്തിൽ നമ്മൾ ധൈര്യസമേതം തയ്യാറാണ്. കൂട്ടുകാർ മനസ്സിലാക്കണം, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഉള്ളാർത്തങ്ങളെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ട് മഹാനായ താജുൽ ഉലമക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ സമയമായി ഉസ്താദുമാർ ഉടൻ തന്നെ എത്തും ഇൻഷാ അല്ലാഹ്. മഹാനായ ഉള്ളാർത്തങ്ങളെ പറ്റി ഒരു വിഷയം കൂടെ ഞാൻ പറയുന്നു. കൊണ്ടൂർ ആരാ വലിയ മഹാനാണ്. ചെമ്മാട് ഓടുന്ന സമയത്ത് ഒരുപാട് കറാമത്തുകൾ നേരിട്ട് അനുഭവിച്ച ആളാണ്. എന്നോട് തന്നെ പറഞ്ഞു, ഈ ബൈത്ത് 1000 വട്ടം ചെല്ലിക്കോ, ഒരുപാട് ശത്രുക്കൾ അകത്തും പുറത്തും ഉണ്ടാകുന്ന ഭാവിയിൽ. ഞാൻ ചെമ്മാട് പഠിക്കുന്ന സമയത്ത് എന്നോട് തന്നെ മഹാനായ കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞു, ഈ ബൈത്ത് 1000 വട്ടം ചെല്ലിക്കോ, ഒന്നും പേടിക്കണ്ട, അകത്തും പുറത്തും ശത്രുക്കൾ ഉണ്ടാകും, അകവും പുറവും എല്ലാം അറിയുന്ന മഹാനാണ് കൊണ്ടൂർ ഉസ്താദ്. ആ കൊണ്ടൂർ ഉസ്താദ് ഉള്ളാർത്തങ്ങളെ കാലിക്കൽ വീറി തങ്ങളെ എന്നെ രക്ഷപ്പെടുത്തണേ, തങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിൽ കടത്തണേ തങ്ങൾ പാപ്പ. ആരുടെ? കൊണ്ടൂർ ഉസ്താദ് മഹാനായ വലിയായ ഒരുപാട് കറാമത്തിന്റെ ഉടമയായ നേരിട്ട അനുഭവത്തിലൂടെ കൊണ്ടൂർ ഉസ്താദ് തന്നെ ചെമ്മാട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടുത്തെ കമ്മിറ്റിക്കാർ ഗവൺമെന്റിനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകും. ആദ്യം വന്ന് കൊണ്ടൂർ ഉസ്താദിനെ കാണും. കൊണ്ടൂർ ഉസ്താദ് പറയും, ഞാൻ പാസ്സാക്കി, നിങ്ങൾ പോയിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ പാസ്സാക്കിയിട്ടില്ല, ഞാനത് പാസ്സാക്കിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പാസ്സാക്കി നേരിട്ട് അനുഭവത്തിനേക്കാളും വലിയ ഗുരുവില്ലല്ലോ. കമ്മിറ്റിക്കാർ അത്ഭുതപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത്
പാസ്സായി കഴിഞ്ഞു, കാര്യം പാസ്സായി കഴിഞ്ഞു, ഒരു പോകേണ്ട താമസമാണ്. അങ്ങനത്തെ മഹാനായ കുണ്ടൂർ ഉസ്താദ് ഒരിക്കൽ പറയുകയാണ്, കുണ്ടൂർ ഉസ്താദ് മാത്രമല്ല, ഞാൻ പുത്തൂരിൽ വെച്ചുകൊണ്ടും പറഞ്ഞു, എന്റെ കടവയിൽ നല്ലവരായ കൂട്ടുകാരെ, ഉള്ളാൾ അറിയാത്തവര്, നിങ്ങളുടെ നേതാക്കന്മാർ ചിലപ്പോൾ തങ്ങളെപ്പറ്റി നിങ്ങൾക്ക് യാഥാർത്ഥ്യം പറഞ്ഞു തരില്ല. നല്ലവരായ മനുഷ്യരെ, കടവയിലെ കൂട്ടുകാരെ, നല്ലവരായ വിശ്വാസികളെ, മഹാനായ കുണ്ടൂർ ഉസ്താദും കൊല്ലത്തുള്ള ഒരു മഹാനായ ഒരു ഉമേലൊരുപ്പാപ്പയും അങ്ങനെ ഒരുപാട് മഹാന്മാരും നേരിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, അവർ പറഞ്ഞു, ഉള്ളാൾ തങ്ങൾ വലിയ മഹാനാണ്, ഉള്ളാൾ തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്, ഉള്ളാൾ തങ്ങൾ എല്ലാ വിഷയങ്ങളും ഒട്ടടങ്ങിയ മഹാപണ്ഡിതനാണ്, വലിയാണ്, ഒരുപാട് കറാമത്തുള്ള മഹാനാണ്. ഞാൻ പല കറാമത്തുകളും പല സ്റ്റേജിലും പറയലുണ്ട്. എന്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് കറാമത്ത്, ഉള്ളാൾ തങ്ങളുടെ ഒരുപാട് കറാമത്തുകൾ. നല്ലവരായ കൂട്ടുകാർ ആരും വിചാരിക്കേണ്ട, ഓവറായിട്ട് ഇല്ലാത്ത വിഷയങ്ങൾ പറയുന്നുവെന്ന് കൂട്ടുകാരെ ആരും വിചാരിക്കരുത്. ഒരുപാട് കറാമത്തുകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കറാമത്ത് ഞാൻ പറയുന്നു. പുത്തൂർ വെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അബൂദാബിയിൽ മഹാനായ ഉള്ളാൾ തങ്ങൾ ഒരിക്കൽ സഞ്ചരിക്കുമ്പോൾ കാറിന്റെ എണ്ണ തീർന്നു. ഡ്രൈവർ പറഞ്ഞു, തങ്ങൾ പാപ്പ എണ്ണ തീർന്നുവല്ലോ. തങ്ങൾ പറഞ്ഞു, വിടടാ, വണ്ടി ഓടിക്കടാ, വണ്ടി ഓടിക്കാനല്ലേ പറഞ്ഞത്, ഓടിക്കടാ, വണ്ടി ഓടിച്ചില്ലേ, വണ്ടി ഓടിയില്ലേ, എണ്ണയില്ലാതെ ഓടിയില്ലേ. ഈ ഉള്ളാളങ്ങളെ അല്ലാതെ പിന്നെ ആരെയാണ് ആദരിക്കേണ്ടത്? ഈ ഉള്ളാളങ്ങളല്ലാതെ പിന്നെ ആരെയാണ് ആദരിക്കേണ്ടത്? എന്റെ കൂട്ടുകാരെ, ഇന്നും നിസ്കാരം 11 റക്അത്ത് തഹജ്ജുദിന് രാത്രി സുബഹിക്ക് മുമ്പ് നിന്ന് നിസ്കരിക്കുന്ന മഹാപണ്ഡിതൻ, മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഹിമ്മത്ത് കൊടുക്കട്ടെ, മനക്കരുത്ത് കൊടുക്കട്ടെ. ആ താജുൽ ഉലമയെ ആദരിക്കാതെ പിന്നെ ആരെയാ ബഹുമാനിക്കുക? മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ഞാൻ നിർത്തുന്നു. എന്റെ കൂട്ടുകാരെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. കാന്തപുരം ഉസ്താദ് വന്നാൽ ഞങ്ങൾ പറയും, നിങ്ങൾ പ്രസംഗം നിർത്തുമല്ലോ, വന്നാൽ ആരും എഴുതേറ്റ് നോക്കണ്ട. ഉള്ളാൾ തങ്ങൾ കാന്തപുരം ഉസ്താദ് കടന്നു വരുമ്പോൾ നമ്മൾ പ്രസംഗം നിർത്തി അവരെ സ്വാഗതം ചെയ്യണമല്ലോ. നിങ്ങളൊക്കെ അവിടെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അങ്ങോട്ട് ബാക്കിലേക്ക് ആരും നോക്കണ്ട. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഞാൻ പുത്തൂർ പറയാത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയുന്നു. എന്റെ ഈ മൊബൈലിൽ അതിന്റെ റെക്കോർഡ് സഹിതമുണ്ട്. കണ്ണ് ചെല്ലുകയല്ല, കളവല്ല പറയുന്നത്. മഹാനായ ഒരു കാന്തപുരം ഉസ്താദിനോട് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കേന്ദ്രമന്ത്രി എന്നെ കേന്ദ്രമന്ത്രിയാക്കണമെന്ന് കാന്തപുരം ഉസ്താദിനോട് പറയുന്നു. നിങ്ങൾ AK ആന്റണിയോട് റെക്കമെൻഡ് ചെയ്യണം എന്നെ കേന്ദ്രമന്ത്രിയാക്കാൻ നിങ്ങൾ ഇന്ന വ്യക്തിയോട് റെക്കമെൻഡ് ചെയ്യണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി പറഞ്ഞതായ സംസാരം എന്റെ മൊബൈലിലുണ്ട്, എന്റെ കമ്പ്യൂട്ടറിലുണ്ട്, മൊബൈലുണ്ട്. കൂട്ടുകാരെ, വെറുതെയില്ല, കാന്തപുരത്തിന് തുല്യം വെക്കാൻ ഇല്ല എന്ന് ആരുമില്ല. ചിന്തിക്കേണ്ട വിഷയമാകുന്നു. കാന്തപുരം ഉസ്താദിനെ പറ്റി ഒരു കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് റെക്കമെൻഡ് ചെയ്യാൻ. കോഴിക്കോടുള്ള SP പറയും, എന്നെ സ്ഥലം മാറ്റാനൊന്നും നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം. കാന്തപുരം ഉസ്താദ് CPM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി ഒന്നുമല്ല, UDF-ന്റെയോ കോൺഗ്രസിന്റെയോ സെക്രട്ടറിയോ പ്രസിഡന്റൊന്നുമല്ല. കാന്തപുരം ഉസ്താദ് പള്ളി ദറസിൽ ഓതിപ്പടിച്ച മഹാപണ്ഡിതൻ, ലോകപണ്ഡിതൻ, ആദർശ വൈരികളുടെ ആവനാഴിയിൽ അവസാനത്താമ്പും തറവച്ചിട്ടുകൊണ്ട് അഹ്ലുസുന്നയുടെ ആദർശം വിശ്വസ്തം പ്രഖ്യാപിക്കുന്ന വിപ്ലവകാരിയായ മഹാപണ്ഡിതൻ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുത്ത അഹ്ലുസുന്നയ്ക്ക് വേണ്ടി വിപ്ലവം സൃഷ്ടിക്കുന്ന മഹാപണ്ഡിതൻ കാന്തപുരം ഉസ്താദും താജുൽ ഉലമയുമെല്ലാം കടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ನಾಯಕರುಗಳು ವೇದಿಕೆ ಆಗಮಿಸ್ತಾ ಇದ್ದಾರೆ. طلع البدر
مرحبا يا قائدنا നമ്മുടെ ആകാംക്ഷയോടെ കാത്തിരുന്ന വനിതായ നേതാക്കന്മാർ വേദിയിലെത്തിയിരിക്കുന്നു. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ബഹുമാനപ്പെട്ട ക്ഷേത്ര താജുലമ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ, നേതാക്കൾ എല്ലാവരും വേദിയിലുണ്ട്. എല്ലാവരും തന്നെ അവരവരുടെ സ്ഥലത്ത് തന്നെ ഇരിക്കുക. من الجنة والناس الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ومولانا محمد. اللهم اوصل بفعل ثواب ما قبلناه من القران العظيم وما صل الى هذه هديه واصله ورحمه نازله وبركه شامله منا الى حضره نبينا وشفيعنا المصطفى محمد الى حضره الله وصحبه من الانبياء صلوات الله إلى عرض الله أزواجه الذي يأتيه منه جميع الصحابة والتابعين أصحاب الأربعة كلهم مخاطبة سيدنا محمد الصديق المدني محمد بن مايت بن محمد القرشي وإلى حضرات الله سائر الأنبياء والأنبياء